PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ നിരത്തുന്ന വാദം പൊളിയുകയാണ്. സംസ്ഥാനത്തിന് തുക അനുവദിച്ചത് PM-ശ്രീ പദ്ധതി പ്രകാരമല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടറിന്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള റീഇംബേഴ്സ്മെന്റ് തുകയാണ് കേന്ദ്രം അനുവദിച്ചത്. ധാരണാപത്രം ഒപ്പുവെച്ച ശേഷം PM-ശ്രീ നടപ്പിലാക്കാൻ LDF സർക്കാർ താൽപര്യം കാട്ടിയില്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലവും റിപ്പോർട്ടറിന്. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഇപ്പോൾ PM-ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. എന്തുകൊണ്ട് PM-ശ്രീ തുടരുന്നു എന്നതിന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ കാരണമിതാണ്. എന്നാൽ സംസ്ഥാനത്തിന് തുക അനുവദിച്ചത് PM-ശ്രീ പദ്ധതി പ്രകാരം അല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖകൾ. 2026 മാർച്ചിൽ കേന്ദ്രം അനുവദിച്ചത് 99.27 കോടിയും മെയിൽ അനുവദിച്ചത് 106 കോടിയും. മാർച്ചിലും മെയിലും അനുവദിച്ച തുകയുടെ മിനിറ്റ്സ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഈ തുക നിലവിൽ കേരളത്തിന് ലഭിച്ചിട്ടില്ല. സൗജന്യ ടെക്സ്റ്റ് ബുക്കിനും യൂണിഫോമിനുമായി നൽകുന്ന തുകയാണിത്. ഇത് വരുന്നതാകട്ടെ സമഗ്ര ശിക്ഷ കേരളത്തിന് കീഴിലും. PM-ശ്രീ നടപ്പാക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ഒരു ആനുകൂല്യവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അതിൽ ഒരു സ്ഥലത്ത് പോലും PM-ശ്രീയുടെ കാര്യം പറയുന്നില്ല. രണ്ടും രണ്ട് പ്രോജക്റ്റാണ്. PM-ശ്രീയിൽ മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലവും പുറത്തുവന്നു. കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടതിനു പിന്നാലെ പദ്ധതിയുമായി മുന്നോട്ടു പോകാനില്ലെന്ന് കേരളം അറിയിച്ചതായി ഇതിൽ വ്യക്തം. സ്കൂളുകൾ ഏതൊക്കെയാണെന്നറിയിക്കാൻ PM-ശ്രീ പോർട്ടൽ ജനുവരി 27 തുറന്നു നൽകിയിട്ടും സ്കൂളുകളുടെ പട്ടിക കേരളം നൽകിയില്ല. PM-ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതി നടപ്പാക്കാൻ കേരളത്തിന് വിമുഖതയാണ്. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ നിന്ന് LDF സർക്കാർ പിന്നോട്ടു പോയെന്നും കേന്ദ്രം ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കേന്ദ്ര സത്യവാങ്മൂലം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.